ബട്ടറും ഗീയും ഒന്നും ചേർക്കാണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പഫ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ വലിയ കപ്പിന് 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ 250 ml കപ്പാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 2.5 കപ്പ് എടുക്കണം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർക്കണേ, ജസ്റ്റ് ഒന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിലിന് പകരം മെൽറ്റഡ് ബട്ടർ ആയാലും ചേർത്ത് കൊടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത് ചപ്പാത്തി മാവിനെക്കാട്ടി കുറച്ചുകൂടി ലൂസായിട്ടാണ് ഉണ്ടാവില്ലേ. ചപ്പാത്തി മാവ് പോലെ കട്ടിയിൽ കുഴച്ചെടുക്കരുത്. ഇതുപോലെ സ്റ്റിക്കി ആയിട്ടാണ് ഉണ്ടാവില്ല. അപ്പോൾ കയ്യിൽ കുറേശ്ശെ എണ്ണ തടവിയിട്ട്, അതായത് വെജിറ്റബിൾ ഓയിലും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അത് തടവിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. കയ്യിലൊട്ടും അങ്ങനെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ പിടിച്ചിട്ടുണ്ടോ മാവ്, അതൊക്കെ ഈ മാവിൻ്റെ കൂടെ ചേരണം. അതുവരെ ഇത് കുഴച്ചെടുക്കണം. അതായത് നമ്മുടെ ഈ കുഴക്കുന്ന പാത്രം നല്ല ക്ലീനായിട്ട് കാണുന്നവരെ നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കയ്യിലൊട്ടാത്ത വിധത്തിൽ കിട്ടും. അതുവരെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഓക്കെ, കണ്ടില്ലേ, ഇപ്പോൾ കയ്യിൽ ഒട്ടുന്നില്ല. അതുവരെ കുറേശ്ശെ എണ്ണ കയ്യിൽ തടവിയിട്ട് ഇതുപോലെ കുഴച്ചെടുക്കുക. ഇപ്പോൾ നല്ല ഒട്ടാത്ത പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്നില്ല, ഏകദേശം അതേ സ്റ്റൈലിൽ തന്നെയാണ് ഉള്ളത്. നല്ല സോഫ്റ്റും അതുപോലെ നല്ല സ്ട്രെച്ചി ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ തടവിയിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം. ഞാനിവിടെ ഒരു ക്ലിങ് ഫിലിം എടുത്തിട്ട് അടച്ചു വെക്കുകയാണ്. ഇനി 1 മണിക്കൂറോളം ഇത് ഇങ്ങനെ തന്നെ വെക്കണം. ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എന്നാൽ മാത്രമേ നമ്മുടെ മാവ് നല്ല അടിപൊളിയായിട്ട് കിട്ടൂ. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് റെഡിയാക്കാം. ഞാനിവിടെ 2 വലിയ ഉള്ളി നല്ല തിക്കായിട്ട് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു വലിയ പീസ് ഇഞ്ചി ചോപ്പ് ചെയ്യുന്നുണ്ട്. ഇഞ്ചി പേസ്റ്റ് അല്ലേ, ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. ചെറിയ ചെറിയ പീസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. അതുപോലെ ഒരു 2 പച്ചമുളകും ചോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവില്ലാത്ത മുളകാണെങ്കിൽ ഒരു 3 4 എടുക്കാം. ഇനി നമുക്കൊരു പാനിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിന് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം. ഫ്രഷായിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റും ഒരു നല്ലൊരു മണവും കിട്ടും. പൊടിക്കരുത്, ഇതുപോലെ ചതച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. അതുപോലെ ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഫില്ലിങ്ങിന് മസാല. ഇത്രയേ ഉള്ളൂ. നമ്മളിതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഒന്നും ചേർക്കുന്നില്ലേ, ഗരം മസാല ഒന്നും ആവശ്യമില്ല. അല്ലാതെ നല്ല ടേസ്റ്റാണ്. ഇതിന് ഫ്ലേവർ മുന്നിട്ട് വെക്കുന്നത് നമ്മുടെ കുരുമുളകിൻ്റെ ഫ്ലേവറാണ്. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് കറിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കുക. ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ബ്രൗൺ കളറൊന്നും ആക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ വെന്ത് കിട്ടിയാൽ മതി. ഇനി തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നോമ്പിൻ്റെ ടൈമിന് ഞാനും അതുപോലെ ഒരു പൊറോട്ട ബൺ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്നാക്സിൻ്റെ റെസിപ്പി. അത് സെയിം ഏകദേശം ഇതുപോലെ തന്നെയാണ് മാവൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ഒരു റെസിപ്പി എനിക്കൊരു അറബിക് ചാനലിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവരത് ഇതുപോലെ കുഴച്ചിട്ട് ഇതുപോലെ ചെയ്തിട്ട് ഫില്ലിങ് കീമേൻ്റെ മസാലയാണ് ഫില്ലിങ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പൊറോട്ട ബണ്ണും അതുപോലെ ഇപ്പോൾ പഫ്സിനൊക്കെ ആക്കിയപ്പോൾ സെയിം അതേ പഫ്സിൻ്റെ ടെക്സ്ചർ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ ഈസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിൽ ഈസ്റ്റൊന്നും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നന്നായിട്ട് ഇത് കിട്ടുന്നുണ്ട്. ഈ പൊറോട്ട ബണ്ണ് നോമ്പിൻ്റെ സമയത്ത് ഒരുപാട് ആൾ ട്രൈ ചെയ്തിട്ട് നല്ലൊരു അഭിപ്രായം, നല്ലൊരു ഫീഡ്ബാക്കാണ് തന്നത്. അതെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായും ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓരോ ഉരുള നല്ല ഈക്വൽ ആക്കിയിട്ട് എടുക്കുക. ഇനി ഓരോന്നും എടുത്തിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് ഇതുപോലെ കൈകൊണ്ട് പരത്തിയെടുക്കാം. നമുക്ക് കോലിൻ്റെ ഒന്നും ആവശ്യമില്ല, കൈകൊണ്ട് തന്നെ ഇതുപോലെ വലിച്ചെടുക്കാം. ഇങ്ങനെ കീറിപ്പോയാലൊന്നും കുഴപ്പമില്ല.
എത്രത്തോളം കൈകൊണ്ട് പരത്താൻ പറ്റുമോ അത്രത്തോളം കൈകൊണ്ട് പരത്തിയെടുക്കുക. നല്ല പേപ്പർ പോലെ തിന്നായിട്ട് എടുക്കണേ, എന്നാൽ മാത്രമേ നന്നായിട്ട് കിട്ടൂ. കൈകൊണ്ട് വലിച്ച് ഈ സൈഡൊക്കെ ഒന്ന് വലിച്ചെടുക്കുക. നിങ്ങൾക്ക് ആ പൊറോട്ട ബണ്ണിൻ്റെ വീഡിയോ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അതിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. സെയിം ഇതുപോലെ തന്നെയാണ് അതും ചെയ്യുന്നത്, പക്ഷേ ചെറിയൊരു മാറ്റമുണ്ട്. അത് റോൾ ചെയ്തിട്ടാണ് ആക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഓയിൽ തടവി കൊടുക്കുക. അല്ലാതെ തന്നെ നല്ല ഓയിലുണ്ട്, ഇതിന് കുറച്ച് മതിയേ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി ഇതുപോലെ ഇട്ട് കൊടുക്കാം. അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല, പച്ചരിപ്പൊടിയോ പത്തിരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല. ഇനി അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദ അല്ലെങ്കിൽ കോൺഫ്ലോർ ഇല്ലേ, അതായാലും കുറച്ച് ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ലെയറായിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്ക്വയർ ഷേപ്പിലാക്കാൻ നോക്കുക. ഈ ഒരു സൈഡിലും കുറച്ച് ഓയിൽ തടവിയിട്ട് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പഫ്സിന് കണ്ടില്ലേ, നല്ല ഒരുപാട് ലെയർ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എത്ര മടക്കി കൊടുക്കുക. മടക്കിനനുസരിച്ചിട്ട് നല്ല ലെയർ കിട്ടും. ഞാനിത് ഒന്നുകൂടി മടക്കുന്നുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കുന്നേ. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ പരത്തുമ്പോൾ ഒട്ടിപ്പോകുന്നില്ല, കാരണം നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ തമ്മിൽ ഒട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. നല്ല സ്ക്വയർ ഷേപ്പിൽ ആക്കിയെടുക്കുക. നല്ല തിന്നായിട്ട് പരത്തണമെന്നില്ല, കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല, പഫ്സിനല്ലേ. കൈ വെച്ച് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക. അതിന് സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കത്തി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. നല്ല തിന്നായിട്ട് പരത്തണം അങ്ങനെയൊന്നും ഇല്ലേ, പഫ്സിന് വേണ്ടിയിട്ടല്ലേ. അപ്പോൾ കുറച്ച് കട്ടി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അതിന് ഇതിൻ്റെ സൈഡ് അരികൊക്കെ ഒന്ന് ഷേപ്പ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരു കത്തി എടുത്തിട്ട് സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ 2 പഫ്സിൻ്റെ ഷീറ്റാണ്. ഒരു കത്തി വെച്ച് മിഡിലൂടെ കട്ട് ചെയ്ത് നല്ല ലെയറായിട്ടാണ് കിടക്കുന്നത്. ഈ പഫ്സിൻ്റെ ഷീറ്റ് കണ്ടില്ലേ, ഓരോന്നോരോന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ അരിപ്പൊടി വെച്ചതുകൊണ്ടാണ് നമുക്കിങ്ങനെ കിട്ടിയത്. കൈകൊണ്ട് എത്ര പ്രസ് ചെയ്താലും അത് ഒട്ടിപ്പിടിക്കൂല. ഇനി ഇതിൻ്റെ നടുക്കാണ് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ഉള്ളി മസാല വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു 6 മുട്ട പുഴുങ്ങിയതാണ്, അത് പകുതി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫോൾഡ് ചെയ്യുക. ഈ ഒരു സ്റ്റൈലിൽ ഞാൻ ഒരു 3-4 ഒരു 7-8 എണ്ണം ഇതുപോലെ ചെയ്യുക. ബാക്കി നമുക്ക് 4 കോണ് മടക്കിയിട്ടാക്കുന്നില്ലേ, അതുപോലും ചെയ്യാം. കൈയോട് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ സൈഡൊക്കെ ഒട്ടിക്കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു പഫ്സിൻ്റെ ഷീറ്റും കൂടി ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഫില്ലിങ് റെഡിയാക്കുക, അതായത് വെജിറ്റബിൾ അതുപോലെ ചിക്കൻ അങ്ങനെയുള്ള ഇഷ്ടമുള്ള ഫില്ലിങ് റെഡിയാക്കുക. അതൊക്കെ ഓരോരാൾ ഇഷ്ടം പോലെ ചെയ്യുക. ഓക്കെ, ഇതാ ഈ ഒരു ഷേപ്പിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത ഷേപ്പിലും കൂടി നമുക്കൊന്ന് നോക്കാം. ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റേ മെൽറ്റ് ചെയ്ത ബട്ടർ അല്ലെങ്കിൽ പാം ഓയിൽ അങ്ങനെ ഏതെങ്കിലും ഒന്ന് തടവി കൊടുക്കുക. നന്നായിട്ട് കീറിയിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്രത്തോളം തിന്നായിട്ട് പരത്താൻ പറ്റും അത്രത്തോളം നിങ്ങൾക്ക് ലെയർ കിട്ടും, അത് നോക്കിയാൽ മതി. ഓക്കെ, ഓയിൽ തടവി അരിപ്പൊടി വെതറി അതിന് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ടുണ്ട് ഫോൾഡ് ചെയ്തിട്ട്. ഇനി കൈ കൊണ്ട് നന്നായിട്ട് മറ്റേത് ആദ്യം ചെയ്ത പോലെ തന്നെ ചെയ്യുക. എന്നിട്ട് 4 കോർണറും ഫോൾഡ് ചെയ്തിട്ട് ആ ഒരു ഷേപ്പിലുള്ള പഫ്സാണ് ഇത് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ഷേപ്പ് ഇട്ടാൽ വേണ്ടി ഇതുപോലെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ ഇതിൻ്റെ നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിപ്പോൾ ഒരു 2 ഉള്ളിയുടെ മസാലയാണ് ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഫില്ലിങ് കൂടുതൽ മസാല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ഉള്ളി വരെ എടുക്കാം. അപ്പോൾ അതുപോലെ എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചതച്ചിട്ട് കൂടുതൽ ഇട്ട് കൊടുക്കുക, പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുക്കുക. ഈ ഒരു ഷേപ്പിലും ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 4 എണ്ണം ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നുണ്ട്, ബാക്കി ഓവനിലാണ് വെക്കുന്നത്. നമുക്കൊന്ന് എഗ്ഗ് വാഷ് ചെയ്തെടുക്കാം. എല്ലാം ഒരുപോലെ എഗ്ഗ് വാഷ് ചെയ്യുക. ഓവൺ പ്രീ ഹീറ്റ് ചെയ്യണം. അതുപോലെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്ന പാത്രമില്ലേ അതും ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണേ.
ഒരു 10 മിനിറ്റ് എന്തായാലും പ്രീ ഹീറ്റ് ചെയ്യുക. ഓവൺ ഒരു 200 ഡിഗ്രിയിലെങ്കിൽ വെക്കണം. ഇത് നമുക്ക് ഓവണിൽ വെച്ചിട്ട് വരാം. ഇനി ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നത് അത് ഒരു 2 കപ്പ് ഉപ്പ് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയതാണ്. അതിലേക്ക് സൂക്ഷിച്ച് വെക്കുക. ഇത് ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുക്കുവേ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഓവണിലുള്ളത് ഏകദേശം ആവാനായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിലുള്ളത് കളറൊന്നും വന്നിട്ടില്ല, നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓവണിൽ വെച്ച പഫ്സ് കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. തൊലിയൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉള്ളത്. അതുപോലെ നല്ല പുറത്തുനിന്ന് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ പറ്റുന്ന, ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന അതേ പഫ്സിൻ്റെ അതേ സ്റ്റൈൽ തന്നെയാണുള്ളത്. നല്ല ചൂടാണ്. ഈ ഒരു ഫില്ലിങ് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം ഇതിൽ നമ്മൾ മുളക് പൊടി ഒന്നും ഇടുന്നില്ലെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്ങിന്. എൻ്റെ ഒരു കസിൻ സിസ്റ്റർ പറഞ്ഞു തന്നെയാണ്. ഈ ഒരു ഫില്ലിങ് നല്ല ടേസ്റ്റാണ്. ഈ ഒരു പഫ്സ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓവണിൽ വെച്ചാൽ ഏകദേശം പെട്ടെന്നായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഏകദേശം 25 മിനിറ്റ് അത്രേ വരുന്നുള്ളൂ മാക്സിമം. പക്ഷെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പ് ഏകദേശം ഒരു 40 മിനിറ്റോളം എടുത്തു. ഗ്യാസ് സ്റ്റോപ്പും ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് അതും നന്നായിട്ട് തന്നെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല പഫ്സിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ടൈം എടുത്താലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഈ ഒരു മെത്തേഡിലും പഫ്സ് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്സ് ഒക്കെ ഒന്ന് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.